വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹ ദിവസം ചെറുക്കനെ കാണാതെ പോകുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടി നിന്ന് ഭയങ്കര ചർച്ചയാണ്. നമ്മുടെ അപർണയാണെങ്കിലോ, അച്ഛാ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവനിനി ഇങ്ങോട്ട് വരില്ലല്ലോ അല്ലേ, അവനെ വേണ്ടുന്ന പോലെ തന്നെ ഞാൻ പൂട്ടിയിട്ടുണ്ട് മോളെ, മോൾ എന്തായാലും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഉണ്ണിത്താനാണെങ്കിലോ, എടോ തമ്പി എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നടോ, എൻ്റെ മോളുടെ വിവാഹം മുടങ്ങിപ്പോകുമെന്ന് പോലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും, ഇപ്പം തന്നെ എൻ്റെ പ്രഷർ അങ്ങ് ഹൈ ആണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിത്താൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം അപർണയും തമ്പിയും കൂടി കണ്ണ് കാണിക്കുക, ഇയാളിന്ന് പ്രഷർ കയറി ചത്താലും നമ്മുടെ അജയ് തിരികെ വരാനേ പോകുന്നില്ല. പിന്നെ ഉണ്ടല്ലോ അച്ഛാ, ദേ ജാനകി നമ്മുടെ നിരഞ്ജനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ജാനകി ഏട്ടത്തി പറയുന്നതും കേട്ട് നിരഞ്ജന അജയ് വരുമെന്ന് വിശ്വസിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും അവളെ ഇനി സങ്കടപ്പെടുത്തണ്ട, അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞ് ഉണ്ണിത്താൻ അവിടുന്ന് പോകാൻ തുടങ്ങുക. ആ സമയത്താണ് അജയെ അന്വേഷിച്ച് പോയിരിക്കുന്ന നമ്മുടെ അഭിയുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നത്. അഭി വന്നല്ലോ, അന്വേഷിച്ച് നടന്നിട്ട് കണ്ടു കാണിയല്ലായിരിക്കും എന്ന് തമ്പി പറയുക. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അപർണയ്ക്ക് വലിയ സന്തോഷമായിട്ടോ. കാറിൽ നിന്ന് ആദ്യം അഭി ഇറങ്ങി, അതിനുശേഷം നമ്മുടെ അജയ് ഇറങ്ങുക. അജയ് ഇറങ്ങുന്ന കാഴ്ച കണ്ടതും നമ്മുടെ അപർണയ്ക്കും തമ്പിക്കും ഒക്കെ ഇരുട്ടടി കൊണ്ടതുപോലെ ആയി. ഈശ്വര, ഇവനിതെങ്ങനെ രക്ഷപ്പെട്ടു, ഇവൻ എങ്ങനെ അവനെ കണ്ടെത്തി എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. തന്തയും മോളും കൂടി പരസ്പരം നോക്കി ഇതെന്താ അച്ഛാ നടക്കുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ അജയെ കണ്ടതും ഉണ്ണിത്താൻ അജയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിനക്ക് അല്ലേലും ഉള്ള ഒരു പരിപാടിയാണ് എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നത്. നീ എൻ്റെ മോളുടെ ജീവിതം വെച്ച് ഈ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ തല്ലാനായിട്ട് പിടിക്കുന്ന ആ ഒരു സമയത്ത്, അതെ അങ്കിളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് അബി ഉണ്ണിത്താനെ തടയുകയാണ്. ഇവനെ ഓടിപ്പോയതൊന്നും അല്ല, ഇവനെ ആരൊക്കെയോ ചേർന്ന് പോയതാണ്. അതുകൊണ്ട് ഞങ്ങള് ഇതും പറഞ്ഞ് അവൻ്റെ നേരെ ചെല്ലല്ലേ, മുഹൂർത്തത്തിന് സമയമാകുകയാണ്. ഹേമാൻറ്റിയോട് പറഞ്ഞിട്ട് നിരഞ്ജനയും കൂട്ടിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉണ്ണിത്താൻ പൊന്നുമോളെ വിളിക്കാൻ പോകുന്ന സമയത്ത് അജയ് നമ്മുടെ സൂര്യനാരായണനും ഒക്കെ കൂടി ആ കതിർ മണ്ഡപത്തിലേക്ക് പോവാണ്. അപ്പം അപർണയും അച്ഛനും കൂടി, അച്ഛ ഇത് എന്താ അച്ഛൻ നടക്കുന്നത്, കല്യാണം മുടങ്ങുമെന്നൊക്കെ വിചാരിച്ച് വലിയ പ്രതീക്ഷകളൊക്കെ തന്നിട്ട് അച്ഛൻ അത് നശിപ്പിച്ചല്ലേ. എൻ്റെ മോളെ എനിക്കറിയത്തില്ല, ഇവൻ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല മോളെ എന്നും പറഞ്ഞ് തമ്പി കൈയൊഴിയുക. പിന്നീടാണെങ്കിലോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പ്രഭയാണെങ്കിലോ തൻ്റെ പൊന്നുമോനെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരുടെയും സന്തോഷവും ആ ഒരു നിമിഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും അപർണയും തമ്പിയും മാത്രം ഇതിലൊന്നും അങ്ങ് കൂടാതെ നിൽക്കുകയാണ്. ജാനകി ആണെങ്കിലോ, എടാ നീ ഇത് എവിടെയായിരുന്നു ചേച്ചി, എല്ലാം ഞാൻ പിന്നീട് പറയാം, എന്തായാലും കതിർ മണ്ഡപത്തിലേക്ക് ഇരിക്കെന്നും പറഞ്ഞ് നമ്മുടെ അജയ് എല്ലാവരും കൂടി ഇരുത്തി. അതിനുശേഷം നവവധുവായിട്ട് നമ്മുടെ നിരഞ്ജന വന്ന് കയറുകയാണ്. അവളും അവിടെ വന്നിരുന്നു. താലികെട്ടൽ ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. ഈ സമയത്ത് അപർണയുടെ മുഖവും നമ്മുടെ ജാനകി ശ്രദ്ധിക്കുന്നുണ്ട്. ജാനകി നോക്കുന്നത് കണ്ടപ്പോൾ അപർണയാണെങ്കിലും ചില രീതിയിലൊക്കെ ഭാവവ്യത്യാസങ്ങളൊക്കെ വരുത്തി അവിടെ ഇങ്ങനെ നിൽക്കുക. തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ അപർണയുടെ മുഖം കാണുമ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലാകുകയാണ്. പിന്നീടാണെങ്കിലും വിവാഹശേഷം ചെറുക്കനും പെണ്ണും കൂടി വീട്ടിലേക്ക് കയറുന്ന ചടങ്ങുണ്ടല്ലോ, അതിനു മുന്നേ നമ്മുടെ അമൃത നിന്നോണ്ട് പറയുക, അതെ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആ ശരനാണ്. ശരനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണ വച്ചാൽ ഈ കാര്യം വിട്ടുകളയാനൊന്നും പറ്റത്തില്ല. അച്ഛൻ എന്തായാലും ഒരു തീരുമാനം എടുക്ക്, ഇതൊക്കെ എൻ്റെ ഡിവോഴ്സ് കേസിന് കൂടി ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണെങ്കിലോ ഇവരെല്ലാവരും കൂടി അളകാപുരി തറവാട്ടിലേക്ക് വരിക. അപ്പം പെണ്ണിന് വലതുകാല് വെച്ച് കയറുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, നമ്മുടെ നിലവിളക്ക് കൊടുക്കുന്നത്, അതുമൊക്കെ എടുത്തുകൊണ്ട് പ്രഭ ഇങ്ങോട്ട് വരികയാണ്. അപ്പം മുത്തശ്ശിയും പ്രഭയും എല്ലാവരും കൂടി നിന്നു. ഇനി പ്രഭ നിലവിളക്ക് നിരഞ്ജനയുടെ കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോഴാണ് നമ്മുടെ നിരഞ്ജന ആ കാര്യം ആവശ്യപ്പെടുന്നത്. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരാഗ്രഹമുണ്ട്, ഈ നിലവിളക്ക് ജാനകേട്ടത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നാ. ജാനകേട്ടത്തി കാരണമാണല്ലോ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ നമ്മുടെ പ്രഭയാണെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി ജാനകിയുടെ കയ്യിലേക്ക് ആ നിലവിളക്ക് കൊടുക്കുക.
മോളെ നീ തന്നെ നിന്റെ അനുജത്തി ഈ വീട്ടിലേക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നിലവിളക്ക് കൊടുത്ത് നമ്മുടെ നിരഞ്ജനെ വീട്ടിലേക്ക് ജാനകി കയറി പിടിച്ച് കയറ്റുന്ന കാണുമ്പോൾ അപർണയ്ക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഓ, ഇവളൊക്കെ ഈ വീട്ടിൽ എന്തൊക്കെയാ കാണിക്കുന്നത്. ഇപ്പം തന്നെ ഈ ജാനകി ആ നിരഞ്ജനെയും കയ്യിലെടുത്തു. ഇനി തനിക്ക് ഈ വീട്ടിൽ ഒരു വില ഉണ്ടാകില്ല എന്ന് ഇവളിങ്ങനെ വിചാരിക്കുക. പിന്നീട് അകത്തോട്ട് ചെന്നതും നമ്മുടെ ജാനകിയുടെ അടുത്തേക്ക് നിരഞ്ജന ചെന്നിട്ട് പറഞ്ഞു, ഏട്ടത്തി എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏട്ടത്തി കാരണം മാത്രമല്ല ഇന്ന് ഈ വിവാഹം നടന്നത്. ഏട്ടത്തിയുടെ ഈ നല്ല മനസ്സ് കാരണം, അല്ലെങ്കിൽ എനിക്കിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. അജയ് എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് വിചാരിച്ച് ഒരു പക്ഷെ ഞാൻ എൻ്റെ ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചേനെ. മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പിന്നെ നിനക്കറിയാലോ, ഇതൊരു കൂട്ടുകുടുംബമാണ്. കുറച്ചധികം കാലം നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒപ്പം ഈ വീട്ടിൽ ചെലവഴിക്കേണ്ടി വരും. അതിനുശേഷം എന്തായാലും നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ടാന്ന് വെച്ചാലും മാറി താമസിക്കുകയും ചെയ്യാം. ഏട്ടത്തിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് നിരഞ്ജന നിൽക്കുക. ഈ കാഴ്ചകളൊക്കെ കണ്ട് അപ്പുറം മാറി നിന്ന് ദേഷ്യത്തിൽ നോക്കുകയാണ് നമ്മുടെ അപർണ. പിന്നീട് അജയ് ഫോൺ ചെയ്യുക. നമ്മുടെ ശരണ്യാണ് വിളിക്കുന്നത്. നീ കളിച്ച ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ, ഇതിന് ഈ അജയ് നിന്നോട് പകരം വീട്ടിയിരിക്കും. എൻ്റെ പൊന്നജയ്, നിന്നെ തട്ടിക്കൊണ്ടു പോവാൻ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സത്യമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ പറയുന്നത് ഹണി റോസിനെ ഇറക്കി കളിച്ചു എന്നല്ലേ? പക്ഷേ ഹണി റോസ് ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഹണി റോസ് ഒരിക്കലും എന്നെ ചതിക്കുന്ന ഒരു വ്യക്തിയല്ല. സത്യം പറയടാ, നീയാണ് ഇതിൽ പിന്നിൽ കളിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രമാണോ? ഞാൻ അന്ന് വെള്ളം അടിച്ചിട്ട് വായി വന്ന് എന്താണ്ടൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിന്നെ ഒരു അപകടത്തിൽപ്പെടുത്തണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഇവൻ്റെ അടുത്ത് പോയി ഞാനാണല്ലോ ഭഗവാനെ പെട്ടതെന്നൊക്കെ നമ്മുടെ ശരൺ ഇങ്ങനെ ആലോചിക്കുക. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്കിവിടെ വേറെയും ശത്രുക്കളുണ്ടല്ലോ. നീ അവരെ കുറിച്ചൊക്കെ കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തായാലും നിന്നെ തട്ടിക്കൊണ്ട് പോകാനൊന്നും ശ്രമിച്ചിട്ടില്ല. പറയുന്നതൊന്നും മനസ്സിലാക്കടാന്ന് പറഞ്ഞു. അവനാണെങ്കിലോ അജയ് നമ്മുടെ ശരണിനെ വിശ്വസിക്കാനേ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അപർണ ചെല്ലാണ് നിരഞ്ജനയുടെ അടുത്തേക്ക്. സന്തോഷമായല്ലോ അല്ലേ? സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എന്തായാലും സന്തോഷിക്കട്ടോ എന്നും പറഞ്ഞ് അവൾ നേരെ മുത്തശ്ശിയെ വളയ്ക്കാൻ വേണ്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപർണയെ കണ്ടത് മുത്തശ്ശി എങ്ങനെയുണ്ടായിരുന്നു മുത്തശ്ശി കല്യാണം എന്ന് അപർണ ചോദിക്കുക. ഈ അളകാപുരി തറവാട്ടിനനുസരിച്ചിട്ടുള്ള കല്യാണം ഒന്നേ നടന്നിട്ടുള്ളൂ. അത് മോളും അമലും തമ്മിലുള്ള വിവാഹമായിരുന്നു. ഇപ്പം നടന്നത് കല്യാണമാണെന്ന് പോലും പറയാൻ പറ്റില്ല. അതെ മുത്തശ്ശി, എനിക്കും അങ്ങനെ അത് തോന്നാതിരുന്നില്ല. ഇവരുടെ ഈ വിവാഹ ദിവസം ജാനകിയേട്ടത്തിക്കാണ് ആ നിരഞ്ജന എല്ലാ പ്രാധാന്യവും കൊടുത്തത്. മുത്തശ്ശി അത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചെന്നേ. ജാനകിയുടെ കളികളാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളെ? പ്രഭയും സൂര്യനും ഒക്കെ ഈ ജാനകിയും അഭിയും പറയുന്നതല്ലാതെ മറ്റെന്തെങ്കിലും കേൾക്കുമോ? നിരഞ്ജനയും കൂടി അവളുടെ പക്ഷത്തായ സ്ഥിതിക്ക് ഇനി മുത്തശ്ശിക്കും എനിക്കും ഒക്കെ ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാകുമോ എന്തോ. മുത്തശ്ശി എരിപിരി കയറ്റി കൊടുക്കുകയാണ് നമ്മുടെ അപർണയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം മുത്തശ്ശി പറഞ്ഞു, അതിച്ചിരി പൊളിക്കും. ഈ മുത്തശ്ശി ആരാണെന്നുള്ളത് അവളെയും ഇപ്പം വന്ന് കയറിയവളെയൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. അല്ല, മുത്തശ്ശിക്ക് നിരഞ്ജനി ഇഷ്ടമായോ? ഇനി എന്നെ ഇഷ്ടപ്പെടാനാ മോളെ. അവൾ വന്ന് കയറിയപ്പോൾ തന്നെ ആ ജാനകി എന്ന് പറയുന്നവളുടെ കസ്റ്റഡിയിലായില്ലേ? അവളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങിയല്ലേ അവൾ ഈ വീട്ടിലേക്ക് കയറിയത്. എന്തായാലും എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഈ വീട്ടിലൊരംഗം അത്ര തന്നെ. അങ്ങനെ മുത്തശ്ശിയെ നമ്മുടെ അപർണ പറഞ്ഞ് തിരിച്ചു വെച്ചിരിക്കുകയാണ്. മുത്തശ്ശി എന്തായാലും അപർണയോടൊപ്പം തന്നെ നിൽക്കും. ഇനിയിപ്പോൾ നമ്മുടെ നിരഞ്ജനയ്ക്ക് പണി കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മുടെ അപർണ പാഴാക്കില്ല എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും ജാനകി കട്ടയ്ക്ക് തന്നെ നിരഞ്ജനയോടൊപ്പം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്താൽ വലിയ ഹെൽപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വൈകുന്നേരം ഇതിൻ്റെ പ്രമോ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.